ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ നന്ദി കർത്താവേ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ലോർഡ്. നമ്മുടെ ഈ ഗ്രൂപ്പിൽ കർത്താവ് ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങളെ ഒരു നന്ദി പറയുക. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്താ ഇവിടെ സംഭവിച്ചെന്ന്? അതായത് അപ്പസ്തോലന്മാരും ശിഷ്യന്മാരും എല്ലാം ഒരുമിച്ച് അപ്പസ്തോല പ്രവർത്തനത്തിൽ 13-ാം അധ്യായത്തിലെല്ലാം അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ശൗലിനെയും ബർന്നബാസിനെയും ഞാൻ പറയുന്ന വേലയ്ക്കായി മാറ്റിവെക്കുക. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവരുടെ തലയിൽ കൈവച്ച് അവരെ അയച്ചു എന്ന പോലെയുള്ള പ്രവചനങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത്. എന്നാൽ നമ്മളൊരു ട്രെയിനിങ്ങിലാണ്, അതുകൊണ്ട് എല്ലാവർക്കും ഒരുപക്ഷെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, ചിലർക്ക് ഒരുപക്ഷെ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞു, ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കുകയാണ്. നമ്മൾ ഈ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം നമ്മളിൽ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങുകയാണ്. അതിന്റെ ആരംഭമാണ്. അപ്പൊ ഒന്നും കിട്ടിയില്ലെന്ന് പ്രയാസപ്പെടണ്ട. ഇനി വീണ്ടും ഓരോ ദിവസവും 2-3 വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്രധാനമായിട്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചതും കേട്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നും പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കുന്നതും പ്രവചനങ്ങളെ മാനിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മളിലുള്ള വരങ്ങൾ കൂടുതൽ വർദ്ധിക്കും. ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്, ഈ ഓരോ ഗ്രൂപ്പും വന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഒരു ക്ലറിക്കൽ റിപ്പോർട്ടിംഗ് അല്ല ഇത്. ഒരു ക്ലർക്ക് അവിടെ എഴുതിയ കാര്യം ഇവിടെ വന്ന് വായിക്കണ മാതിരി അല്ല. കഴിയുന്നതും നിങ്ങൾ ആ ഗ്രൂപ്പിൽ സംഭവിച്ചതിനെ ഇപ്പം ഒരാളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന ആൾക്കാരെ, എനിക്ക് ആദ്യം ഇങ്ങനെ ഒരു ദർശനം മാതിരി വന്നു, ഞാൻ വിചാരിച്ച് എനിക്ക് ദർശനമൊന്നും കിട്ടുമെന്നില്ല, എൻ്റെ തോന്നലായിരിക്കും. പക്ഷെ അപ്പം അടുത്തിരിക്കുന്ന ആൾ പറയാണ്, ഞാൻ ഇങ്ങനെ കണ്ടു. അത് തന്നെയല്ലേ ഞാനും കണ്ടത്. അപ്പോൾ അത് ശരിക്കും പരിശുദ്ധാത്മാവ് തന്നെയാണെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായി. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാൽ അതാണ് ട്രെയിനിങ്ങിന് ആവശ്യം. അപ്പോഴല്ലേ മറ്റുള്ളവർക്ക് അതെനിക്ക് കണ്ടതാണല്ലോ, ഞാനും അങ്ങനെ മനസ്സിലായി, പക്ഷെ എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത് പരിശുദ്ധാത്മാവിനെയാണ്. അപ്പൊ അങ്ങനെ ഇതെങ്ങനെയാണ് ആർട്ടിക്കുലേറ്റ് ചെയ്ത് വരണത്? എന്നോട് ആരോ അകത്തു നിന്നും പറയണമായിട്ട് തോന്നി. എങ്ങനെ തോന്നി? അകത്തു നിന്ന് ആരോ എന്ത് പറഞ്ഞു? നീ പറയണോ? അതെൻ്റെ ഒരു തോന്നലായിരിക്കുമല്ലേ? നീ ഞാൻ പറഞ്ഞപ്പോ പറയാണ്, അത് ശരിയാണ്, എനിക്ക് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഓ പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതിനകത്ത് 2 കാര്യം മനസ്സിലാക്കണം. ഒന്ന്, ഈ നീ എന്ന് ആരാ പറഞ്ഞേ? പരിശുദ്ധാത്മാവാണ് പറഞ്ഞത്. അപ്പൊ നീ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കണുണ്ടോ? അത് പരിശുദ്ധാത്മാവാണല്ലേ. അതാണ്, അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. യു ഗോട്ട് ദ പോയിന്റ്. അപ്പൊ ഈ ഷെയറിങ് കേൾക്കുമ്പോൾ ആദ്യം ഉണ്ടാകാൻ പോണത് വലിയൊരു വിരസതയായിരിക്കും. ഇത് മുഴുവനും കേട്ടിരിക്കണമല്ല. 18 ഗ്രൂപ്പ് സമയം ആരും നോക്കരുത്. ഈ ട്രെയിനിങ്ങിന് വേണ്ട വേറെ ഒന്ന് ക്ഷമ വേണം. കുറച്ച് ക്ഷമ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, തോമസ് പോൾ ബ്രദറിന് എന്തോരം ക്ഷമയുണ്ടായാലാണ് ഈ 18 ഗ്രൂപ്പിൽ ഞാനിവിടെ ഇരുന്ന് കേൾക്കാൻ പോകണല്ലോ. എന്നിട്ട് അതിൽ എന്തെങ്കിലും ഡെവലപ്മെന്റുകൾ ഞാൻ നിങ്ങളെ വ്യാഖ്യാനിച്ച് പറയും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട്. ഗ്രൂപ്പ് നമ്പർ 1ന്റെ ലീഡർ വന്ന് തുടങ്ങാം. ഗ്രൂപ്പ് നമ്പർ 1. ഇതെല്ലാവരും കുത്തണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഇന്ന് നടന്നേക്കണതൊക്കെ ഇന്ന് രാത്രി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. യെസ്, പോരെ. ഇവിടെ നിന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് എഴുതി വെച്ച് വായിക്കാം.
ഇവിടെ ഇവിടെ ഈ മൈക്കിൽ പറഞ്ഞോ. ആദ്യം ഞങ്ങളെല്ലാവരും കൂടി കൈകോർത്ത് പിടിച്ച് സ്തുതിച്ച് ആദ്യം പരിചയപ്പെട്ടു, പിന്നെ കൈകോർത്ത് പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തർക്കും കിട്ടിയ ബോധ്യങ്ങൾ പങ്കുവച്ചു. കിട്ടിയ ബോധ്യങ്ങൾ ഫാദർ ലിക്സൺ ഞങ്ങളുടെ ഗ്രൂപ്പിലായിരുന്നു. 1 കൊറിന്തോസ് 12:1 സഹോദരരെ, നിങ്ങൾ ആത്മീയ ദാനങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ജ്ഞാനം വേണം, അറിവ് വേണം എന്നുള്ള ബോധ്യം അച്ഛന് കിട്ടി. പിന്നെ സിസിലി കിട്ടിയ ബോധ്യം, നിന്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ. അതുപോലെ മത്തായി 15:28 നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് എന്നുള്ള ആ ക്ലാസിന്റെ ആ ബോധ്യങ്ങളും കിട്ടി. പിന്നെ ജെയിംസ്, ജ്ഞാനസ്നാന മാതാപിതാക്കള് കുട്ടികളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരിലുള്ള ആന്തരിക മുറിവൊക്കെ സുഖപ്പെടും എന്നുള്ള ഒരു വലിയ ബോധ്യം കിട്ടി ജെയിംസ് എന്ന സഹോദരന്. മഞ്ജു എന്ന സഹോദരിക്ക് കിട്ടിയത്, എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണെന്നുള്ള ആ വലിയ ബോധ്യം കിട്ടി. പിന്നെ ലില്ലിക്ക് കിട്ടിയത്, മാനുഷികമായ ചില ചിന്തകള് ഉള്ളിൽ കിടക്കുന്നുണ്ട്, ചില ബോധ്യങ്ങളൊക്കെ, അതുകൊണ്ടാണ് വരങ്ങൾ തെളിയാത്തതെന്നുള്ളൊരു ബോധ്യം കിട്ടി. പിന്നെ ഉഷ എന്ന സഹോദരിക്ക് കിട്ടിയത് 1 കൊറിന്തോസ് 12:6 പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെയാണെന്നുള്ള ആ വലിയ ബോധ്യം കിട്ടി. വർഗീസ് എന്ന സഹോദരന് കിട്ടിയത് 1 തെസ്സലോനിക്ക 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്, ആ ഒരു ബോധ്യം കിട്ടി. ഓൾസൺ സഹോദരന് കിട്ടിയത് ലൂക്ക 4:18 കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്നുള്ള ആ വലിയ ഒരു ബോധ്യം കിട്ടി. അടുത്തതായിട്ട് ഞങ്ങള് അത് പങ്കുവെച്ച് കഴിഞ്ഞപ്പോ സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഓരോരുത്തരെ നടുവിലിരുത്തി അവർക്ക് വേണ്ടി ആദ്യം തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് മാറി മാറി സന്ദേശങ്ങൾ പറഞ്ഞു. ഓൾസൺ ബ്രദറിന് കിട്ടിയത് അറിവിന്റെ വരവുണ്ട്, പ്രഘോഷണ വരവുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന വരവുണ്ട്, സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു കൃപയുണ്ട്, കർത്താവ് കുരിശിൽ കിടന്ന് പിടയുന്ന ഒരു ദർശനം കാണിക്കുന്നു എന്ന് പറഞ്ഞു. രോഗശാന്തി വരവുണ്ട്, പ്രവചനവരമുണ്ട്, ദർശനവരമുണ്ട്, പിന്നെ വലിയ കൃപകളുണ്ട്, പിന്നെ പ്രകാശം ചൊരിയുന്നുണ്ട്, പുതിയ ഭാഷാവരമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. വർഗീസ് സഹോദരന് കിട്ടിയത് മധ്യസ്ഥ പ്രാർത്ഥന വരമുണ്ട്, മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയ വരമുണ്ട്, പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള വരമുണ്ട്, പ്രഘോഷണ വരം, മറുഭാഷാവരം, വചനം വായിക്കാനുള്ള വരം, ദർശനവരം, രോഗശാന്തി വരം. ഉഷ എന്ന സഹോദരിക്ക് കിട്ടിയത് എളിമയുള്ള വ്യക്തിയാണ്, പ്രാർത്ഥിക്കാനുള്ള കൃപയുണ്ട്, കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള വരമുണ്ട്, വചനം വായിക്കാനുള്ള കൃപയുണ്ട്, നീ എൻ്റെ കണ്ണിലുണ്ണിയാണെന്നുള്ളൊരു വചനം കിട്ടി. പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മാനസാന്തരം ഉണ്ടാകുന്നുണ്ടെന്നുള്ള ഒരാൾ വെളിപ്പെടുത്തി. മധ്യസ്ഥ പ്രാർത്ഥന വരമുണ്ടെന്ന് പറഞ്ഞു. ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ആത്മാക്കള് ആളുടെ പ്രാർത്ഥന വഴി മോചിച്ച് പോണതായിട്ട് കാണിച്ചു. പിന്നെ ഒരു ദുഃഖമുള്ള മകളാണെന്നുള്ള മെസ്സേജ് കിട്ടി. പിന്നെ അബോർഷൻ ആക്കാൻ പോകുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വരമുണ്ടെന്ന് പറഞ്ഞു. വലിയ മരിയ ഭക്തയാണെന്ന് പറഞ്ഞു. ഒത്തിരി സഹിച്ചിട്ടുണ്ട്, വചനം വായിക്കാനുള്ള കൃപ. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. മഞ്ജു എന്ന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സ്തുതിച്ച പേടി മാറും, അതേപോലെ പ്രവചനവരം തെളിഞ്ഞു കിട്ടും എന്നുള്ള ഇത് പറഞ്ഞു. കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. ഒരു മകൾക്ക് മക്കളില്ലാത്ത ഒരവസ്ഥയുണ്ടായി. അപ്പൊ ആൾക്ക് തന്നെ മെസ്സേജ് കിട്ടി, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്നുള്ളൊരു വചനം. അപ്പൊ ഒരു പ്രതീക്ഷ കിട്ടി, മകൾക്ക് കുഞ്ഞുണ്ടാകും എന്നുള്ളത്. പിന്നെ പ്രവചനവരത്തിന്റെ തുറവി ഉണ്ടാകും എന്ന് പറഞ്ഞു. കർത്താവ് അനുഗ്രഹിക്കുന്നതായി കാണിക്കുന്നു. കൗൺസിലിങ്ങിനുള്ള വരവുണ്ട്. പ്രേക്ഷിത വേല ചെയ്യുന്ന വ്യക്തിയാണ്. അനുരഞ്ജനപ്പെടുത്താനുള്ള ഒരു കൃപ. മറ്റുള്ളവർ ഏതെങ്കിലും വഴക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അതിൽ ഇടപെടാനുള്ള ഒരു കൃപ. കാലുവേദന ഉണ്ടെന്ന് കാണിച്ചു. മധ്യസ്ഥ പ്രാർത്ഥന വരം. പിന്നെ മത്തായി 6:36 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിച്ചാൽ മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർത്ത് കിട്ടും എന്നുള്ളൊരു മെസ്സേജ് കൊടുത്തു. മക്കളെ കുറിച്ച് ആകുലത ഉണ്ടെന്ന് കാണിച്ചു. പിന്നെ 1 മക്കബായർ 3:60 ദൈവഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു മെസ്സേജ് കൂടി കൊടുത്തു. അടുത്തത് ജെയിംസ്, നിന്നിൽ ഞാൻ സംപ്രീതനാണെന്നാണ് ആദ്യം പറഞ്ഞത്. തീഷ്ണത ഉണ്ട്, മ്യൂസിക്കിനോട് താല്പര്യമുണ്ട്, സുവിശേഷ പ്രഘോഷണ വരമുണ്ട്, മീഡിയ വഴി പ്രേക്ഷിത വേലയൊക്കെ സഹായിക്കുന്ന വ്യക്തിയാണ്. പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന വരമുണ്ട്,
അതിരുകൾ വിസ്തൃതമാക്കുക എന്നുള്ളൊരു സെന്റൻസ് കെട്ടി കർത്താവ് തൊടുന്നതായി തോന്നുന്നു എന്ന് പറഞ്ഞു. കർത്താവിന്റെ പ്രത്യേക അഭിഷേകമുണ്ട്, സ്തുതിപ്പിന്റെ വരമുണ്ട്. അപ്പൊ ആള് പറഞ്ഞു സ്തുതിപ്പ് കുറവാണ്, അപ്പൊ സ്തുതിക്കാനുള്ള വരം ദൈവം കൊടുക്കുന്നതായിരിക്കും എന്നുള്ളത് കൂടി പറഞ്ഞു. അടുത്തത് സിസ്ലി എന്ന സഹോദരി, ആത്മീയ അഭിഷേകമുണ്ട്, എളിമയുണ്ട്, രോഗശാന്തി വരമുണ്ട്, വിശുദ്ധിയുണ്ട്, വചനം വായിക്കാനുള്ള കൃപയുണ്ട്, വചന പ്രഘോഷണ വരമുണ്ട്, ഉൾവലിയുന്നു എന്ന് പറയുന്നു. അപ്പൊ ഉൾവലിയണ്ട, മുന്നോട്ട് ഇറങ്ങി വരാനായിട്ട് പറയുന്നുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന വരം, കുറച്ചുകൂടി ആക്റ്റീവ് ആവണമെന്ന് പറയുന്നു. കുറെ ക്ഷമിക്കും എന്നുള്ള ഒരു മെസ്സേജ് കിട്ടി. കൗൺസിലിംഗ് വരവുണ്ട്, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ, പ്രശ്നങ്ങളുള്ള കുടുംബങ്ങൾക്ക് ഇടപെടാനുള്ള ഒരു കൃപ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ, ദുഷ്ടന്റെ ശക്തിയും വരങ്ങളും തകർത്ത് തരിപ്പണമാക്കാനുള്ള കൃപ. അത് ഞങ്ങൾക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. അത് ബ്രദർ അതിന്റെ സംശയം തീർത്തു തരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഫാദർ ലിക്സിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഹഗായി 2:7, ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും, അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യ നിധികൾ ഇങ്ങോട്ട് വരും, എൻ്റെ ആലയം ഞാൻ മഹത്വപൂർണ്ണമാക്കും. പിന്നെ 2 രാജാക്കന്മാർ 4:1-7 പിന്നെ വചനം കിട്ടിയത്. പിന്നെ എനിക്ക് ശരിക്കും മനസ്സിലായില്ല, എല്ലാവരും പറഞ്ഞു ലിബർട്ടി സ്റ്റാച്യു പ്രദക്ഷിണം വയ്ക്കുന്നതായിട്ട് കാണിക്കുന്നു, അപ്പൊ ഉന്നതങ്ങളിലൂടെ സവാരി ചെയ്യിക്കും എന്നുള്ളൊരു മെസ്സേജാണ് കിട്ടിയത്. പിന്നെ ഏഷ്യ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. അത് ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് ലിബർട്ടി സ്റ്റാച്യു കണ്ടത്? ഫാദർ ലിക്സന് വേണ്ടി പ്രാർത്ഥിച്ചു. ഫാദർ ലിക്സൺ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ജെറമിയ 29:11 കിട്ടി, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ടാവണം. പിന്നെ കർത്താവ് കുരിശിൽ കിടക്കുന്നു, വേദന സന്തോഷമാക്കും. അച്ഛന് ചെറിയ വേദനകളുടെ അനുഭവങ്ങളുണ്ട്, അത് റോസാപ്പൂക്കളാക്കി മാറ്റും എന്നുള്ളൊരു മെസ്സേജ് കിട്ടി. പിന്നെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള മെസ്സേജ് കിട്ടി. സങ്കീർത്തനം 55:22, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും എന്നുള്ളൊരു മെസ്സേജും കൂടി കിട്ടി. ലിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴേ മാതാവിന്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ഒരുപാട് ശുശ്രൂഷകൾക്ക് ഓടി നടക്കുന്ന ഒരു ഇതാണ്, അപ്പൊ അത് കുറച്ച് കാര്യങ്ങൾ ഏറ്റെടുത്താൽ മതി എന്നുള്ളൊരു മെസ്സേജ് വന്നു. പിന്നെ ദൈവകരുണയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണോ ദൈവകരുണയുടെ രൂപം ദൃശ്യം കാണിച്ചു. ദൈവകരുണയിൽ ആശ്രയിക്കാനുള്ളതായിരിക്കും എന്ന് പറഞ്ഞു. കൂട്ടായ്മ കാണിക്കുന്നു, അപ്പൊ ഒരു കൂട്ടായ്മയിൽ തന്നെ ഉറച്ചു നിന്ന് അത് കൂടുതലായിട്ട് വളർത്തിയെടുക്കാനുള്ള ഒരു മെസ്സേജ് പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ട്, ദൈവം അനുഗ്രഹിക്കുന്നതായി കാണിക്കുന്നു. ഉണർന്ന് പ്രശോഭിക്കുക, മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മ ശക്തമാക്കണം. പിന്നെ ഏഷ്യ 41:13, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. പിന്നെ വാതിലിലൂടെ പ്രവേശിക്കാത്തവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. അപ്പൊ ഇടവകയായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇടവകയെ കൂടുതൽ ശക്തമാക്കണം എന്നുള്ളൊരു പോയിന്റ് സംസാരിക്കണം. ഓക്കെ, ജിജോന് വേണ്ടി പ്രാർത്ഥിച്ചത് കിട്ടിയേ? ജിജോ ജിജോ അത് വായിച്ചില്ലോ. ജിജോ, അതിനകത്ത് ജിജോ എന്ന് പറഞ്ഞ ഒരാളല്ലേ? ഗ്രൂപ്പ് നമ്പർ 1. അതെയോ? ഒന്ന് പറഞ്ഞെന്താണ് അതിലൊന്ന് പറഞ്ഞോ ഒന്നുകൂടി. നിന്നിൽ ഞാൻ സംപ്രീതനാണ്, നിന്നിൽ ഞാൻ സംപ്രീതനാണ്, തീഷ്ണത ഉണ്ട്, മ്യൂസിക്കിനോട് താല്പര്യമുണ്ട്, സുവിശേഷ പ്രഘോഷണ വരം മീഡിയ വഴി നടത്തുന്നുണ്ടെന്ന്. പിന്നെ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന വരം, അതിരുകൾ വിസ്തൃതമാക്കുക, കർത്താവ് തൊടുന്നതായി തോന്നുന്നു, കർത്താവിന്റെ പ്രത്യേക അഭിഷേകമുണ്ട്, സ്തുതിപ്പിന്റെ വരം. കൈയടിച്ച് നമുക്ക് നന്ദി പറയാം. ആ മൈക്ക് കണ്ടത്. ഗ്രൂപ്പ് നമ്പർ 2, ഗ്രൂപ്പ് നമ്പർ 2 കുഴപ്പമില്ല, അവിടെ കുത്തു. നമ്മളിപ്പോ എല്ലാ ഗ്രൂപ്പും ഇന്ന് തീരില്ല, അതുകൊണ്ട് നമ്മൾ തീർന്നോടത്തോളം എടുത്തിട്ട് പിന്നെ നമുക്ക് നാളെ ഷെയർ ചെയ്യാം. പക്ഷെ എല്ലാവരുടെയും ഷെയറിങ് വളരെ ആവശ്യമാണ്. സ്റ്റാർട്ട്. ഒരു മിനിറ്റ്, ഇതെല്ലാം മനസ്സിലാക്കണം. വീട് വായിക്കുമ്പോൾ ഓരോരുത്തരും സന്ദേശം കിട്ടി. ഇതെല്ലാം പരിശുദ്ധാത്മാവാണ് സംസാരിക്കണമെന്ന് വിശ്വസിക്കൂ. അങ്ങനെ നമ്മൾ ഇത്
പ്രവചനങ്ങളും ഈ സന്ദേശങ്ങളെ വിശ്വസിക്കുമ്പോൾ നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു അഭിഷേകം വേറെ കിട്ടും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, ഈ സമയം കൂടുതൽ ആദ്യം അയച്ചിട്ട്. സ്റ്റാർട്ട്. യേശുവേ നന്ദി. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിന് അച്ഛനുണ്ടായിരുന്നു, ജോൺ മരിയദാസ് അച്ഛൻ. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ പേര് പറയുന്നില്ല, ഇത്തിരി വെളിപ്പെടുത്തൽ കിട്ടിയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് എനിക്ക് തോന്നിയത്, ഞങ്ങൾക്ക് കിട്ടിയത്, ബ്രദർ നേരത്തെ മുതൽ പറഞ്ഞ ഒരു വചനമാണ്. ലൂക്കാ 4:18, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അപ്പൊ ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, പ്രത്യേകിച്ച് എനിക്ക് അതിൽ നിന്ന് നന്നായിട്ട് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ വലുപ്പം എന്തുമാത്രം വലുതാണെന്ന് ചെറിയ രീതിയിലാണ് ഇന്ന് ഗ്രൂപ്പ് കൂടിയപ്പോൾ മനസ്സിലായി. വചനം കേട്ടപ്പോൾ അത് മനസ്സിലായി. നമ്മുടെ ഉള്ളിലിരിക്കുന്ന അഭിഷേകത്തെ ഒരിക്കലും അളക്കാൻ പറ്റാത്ത ഒരു അഭിഷേകമാണെന്ന് മനസ്സിലായി. അപ്പൊ ആ അഭിഷേകത്തിന്റെ നിറവിൽ ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഓരോരുത്തർക്ക് പ്രത്യേകമായ വെളിപ്പെടുത്തലുകൾ കിട്ടി. അതിൽ ആദ്യം തന്നെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയത്, പ്രത്യേകിച്ച് ഞങ്ങളുടെ അച്ഛന് കിട്ടിയത്, ഒരു വ്യക്തിക്ക് കാലിന് വേദനയും. അപ്പൊ ആ വേദന ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് ആ വേദന മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ അതിനുവേണ്ടി കാലിനെ വേദന സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് സൗഖ്യം കിട്ടി. അപ്പോൾ പെട്ടെന്ന് രോഗശാന്തി വരം കർത്താവ് ആ ഗ്രൂപ്പിൽ പരിശുദ്ധാത്മാവ് രോഗശാന്തി നിന്ന് അനുഗ്രഹിക്കുകയായിരുന്നു. മറ്റൊന്ന് പിന്നീട് വെളിപ്പെടുത്തൽ കിട്ടിയത്, നമ്മിലെ അഭിഷേകത്തെ ജ്വലിപ്പിക്കണമെന്നും വലിയൊരു ബോധ്യമാണ് കിട്ടിയത്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അഭിഷേകത്തെ നമ്മൾ അതിനെ ജ്വലിപ്പിച്ചെടുക്കണം എന്നുള്ളത്, ആ ഒരു ബോധ്യമാണ് കിട്ടിയത്. മറ്റൊരു വ്യക്തിക്ക് കിട്ടിയത്, സഭയില് വരദാനങ്ങളെ കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കണം എന്നുള്ളൊരു ബോധ്യമായിരുന്നു. പ്രത്യേകിച്ച് സെമിനാരി ജീവിതത്തിൽ അങ്ങനെ പഠിപ്പിച്ച്, അതൊരു ഒഫീഷ്യലായിട്ട് തന്നെ പഠിപ്പിച്ച് എല്ലാവരും ഉള്ള ഈ അഭിഷേകം, മാമോദീസയിൽ കിട്ടിയ അഭിഷേകത്തെ കുറെ അവബോധത്തിലേക്ക് കൊണ്ടുവന്ന് കുറെ ശുശ്രൂഷകൾ കുറെ വ്യക്തിയിലേക്ക് എത്തിക്കുക എന്നൊരു ചിന്തയാണ് കിട്ടിയത്. മറ്റൊന്ന് കിട്ടിയത്, ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അതിന്റെ വിവാഹ മോതിരം ഇങ്ങനെ ഊരിപ്പോരുന്നതായിട്ട് കണ്ടു. അപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോ സഹോദരി വന്നത് ഉള്ളതാണ്, അത് ഞാൻ ഊരിയെടുത്ത് ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു വെളിപ്പെടുത്തൽ കിട്ടിയത്. വേറെ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയറിന്റെ അസ്വസ്ഥത അത് കിട്ടി. അപ്പോ ഞങ്ങൾ ഒരുമിച്ച് അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോ ആ അസ്വസ്ഥത മാറി. വേറൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വയറിന്റെ അസ്വസ്ഥത നേരത്തെ ഉള്ളതായിരുന്നു. അപ്പൊ അത് നേരത്തെ കർത്താവ് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് ഒരു വെളിപ്പെടുത്തൽ കിട്ടി. അപ്പൊ ആ സഹോദരൻ പറഞ്ഞു, നേരത്തെ കർത്താവ് സൗഖ്യം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ബോധ്യമാണ്, ഒരു അനുഭവമാണ് കിട്ടിയത്. മറ്റൊന്ന് കിട്ടിയത്, ഒരു വ്യക്തി പരിശുദ്ധ കുർബാന, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഇരിക്കുന്ന കുർബാന ആ വ്യക്തിയിലേക്ക് അരികിലേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് കണ്ടു. അപ്പോ അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ 3 മണിക്കൂറൊക്കെ എല്ലാ ദിവസവും തന്നെ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കിട്ടിയത്, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു വ്യക്തി. വേറെ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ആ പ്രാർത്ഥന വേണ്ടത്ര രീതിയിൽ ആനന്ദിക്കാൻ, ആ പ്രാർത്ഥന ഒരു ആനന്ദമായി മാറാൻ പലപ്പോഴും പറ്റുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥന ഒരു ആനന്ദം എന്ന രീതിയിലേക്ക്, അതൊരു തലത്തിലേക്ക് എത്തണമെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഗ്രൂപ്പിൽ അത് വെളിപ്പെട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പലർക്കും വരങ്ങളെ കുറിച്ച് ബോധ്യമുണ്ട്. പക്ഷെ ചിലർക്ക് വരങ്ങളിൽ അത് പൊങ്ങി വരുന്നില്ല, ജ്വലിച്ചു വരുന്നില്ല. അപ്പോൾ വരങ്ങൾ ജ്വലിച്ചു വരുന്ന രീതിയിലുള്ള ചില പ്രാർത്ഥനകൾ വേണം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത്രയാണ് കിട്ടിയത്. കൈയെടുത്ത് നന്ദി പറയാം. ഗ്രൂപ്പ് നമ്പർ 3. അയ്യോ സാരില്ല. ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ബോധ്യങ്ങളാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുത്തി. ഞങ്ങളുടെ 7 പേരുണ്ടായിരുന്നു. ക്ലാസ്സിൽ ഓരോരുത്തരും കിട്ടിയ ബോധ്യങ്ങളാണ് ആദ്യം പറഞ്ഞത്. എൻ്റെ പേര് എസ്തഫാനു. അപ്പസ്തോല പ്രവർത്തനം 4:12 ആഹാസിലെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ വചനത്തിന്റെ അഭിഷേകത്താല് ഈ ലോകത്തിലെ എല്ലാവരും യേശുവിൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷപ്പെടുക എന്നുള്ളതായ ഒരു ബോധ്യമാണ് എല്ലാവർക്കും ഉണ്ടായത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പാടില്ല.
ഈ സന്ദേശം, ആ സദ്വാർത്ത, ആ ആട്ടിടയന്മാർക്ക് നൽകിയ ആ സദ്വാർത്ത ലോകം മുഴുവൻ അറിയിക്കാനായിട്ട് അതിന്റെ പരിശ്രമം എല്ലാവരും നടത്തണം. വെറുതെ ഇരിക്കരുത്, തീഷ്ണതയോടെ പ്രവർത്തിക്കണം എന്നുള്ളൊരു ഇതാണ്. ഒരു സെക്കൻഡ്, ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ ഈ വചനത്തിന്റെ ഈ സന്ദേശത്തിന്റെ സ്ഥിരീകരണമായിട്ട് 2 പേർക്ക് ഇപ്പോൾ സൗഖ്യം കിട്ടുന്നുണ്ട്. ഇപ്പൊ ഒരാളുടെ തലയിലെ വേദന മാറുന്നു, മറ്റൊരാളുടെ നെഞ്ചിൽ വേദന മാറുന്നു. അങ്ങനെയുള്ളവരാരാ ഈ ഗ്രൂപ്പിലുള്ളവരൊന്ന് സാക്ഷ്യപ്പെടുത്താമോ? ഈ വചനം ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കെ ഈ കേട്ടിരുന്നവരിൽ 2 പേർക്ക് സൗഖ്യം കിട്ടുന്നു. ഒന്ന് നെഞ്ചുവേദനയുള്ള ഒരാൾക്കും തലവേദനയുള്ള ഒരാൾക്കും. അവരൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? അവിടെ നിന്നൊന്ന് കൈവീശി കാണിക്കാമോ? ഇപ്പൊ നിങ്ങൾക്ക് കിട്ടി സൗഖ്യം. തലവേദന ഉള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ആരാണത്? കൈപൊക്കിയേ. ഒരാൾ കൈപൊക്കുന്നുണ്ടല്ലോ അവിടെ ഈ ഫണ്ടിൽ തന്നെ. അത് എഴുന്നേറ്റ് നിൽക്കാമോ? ഇതാ ഒരു മോൻ എന്തായിരുന്നു? തലവേദനയായിരുന്നോ? തലവേദന കണ്ടോ? തലവേദന ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക മാറിയോ? തലവേദന തോന്നില്ല. കൈയടിച്ച് കർത്താവിനെ മാത്രപ്പെടുത്തുക. നെഞ്ചുവേദന ഉള്ള ഒരാളെ സൗഖ്യപ്പെടുത്തിയത് ഏതാണ്? ആരാണത്? ഒരാൾക്ക് നെഞ്ചുവേദന ഉണ്ടായിരുന്നു. നെഞ്ചിന് വേദന ഉണ്ടായിരുന്ന ഒരാളെ ഇപ്പൊ സൗഖ്യപ്പെടുത്തി. ആ വ്യക്തി ഒന്ന് കൈ വെക്കാമോ? നെഞ്ചുവേദന, ഛാത്തി പർ ദർദ്, ചെസ്റ്റ് പെയിൻ, ചെസ്റ്റിൽ ഇങ്ങനെ ഭാരം. ഓക്കെ, അപ്പം ഇത് വലിയ ഒരു സന്ദേശമാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ അതിന്റെ കൺഫർമേഷൻ ആയിട്ടാണ് ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ നമ്മൾ സുവിശേഷം പറയുമ്പോൾ തന്നെ ഒരുപാട് രോഗങ്ങൾ ഇവിടെ സൗഖ്യപ്പെടുന്നുണ്ടായിരുന്നു രാവിലേക്ക്. പിന്നെ ഞാനത് സമയമില്ലാത്തതിന്റെ പേരിൽ പറഞ്ഞില്ലെന്നുള്ളൂ. ഇപ്പൊ കർത്താവ് പറഞ്ഞു ഇത് പറയൂ. ഓക്കെ, സ്റ്റാർട്ട്, കണ്ടിന്യൂ. പറഞ്ഞ ലൂസി എന്ന് പറയുന്ന വ്യക്തി, അതുപോലെ തന്നെ വേറെ ഡേവിഡ് എന്ന് പറയുന്നത്, വിശ്വാസം, നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹം മത്തായി 15:28 എന്നുള്ള വചനത്തില് ആ പറയുന്നത് കാനാൻകാരിയുടെ വിശ്വാസം, അതേപോലെയുള്ള വിശ്വാസം ഉണ്ടാകണം. ദൈവരാജ്യ പടുത്തുയർത്താനായിട്ട് ഇത് നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ള വിശ്വാസം. ഞാൻ പറയുന്നത് അത് കർത്താവിന്റെ വചനമാണ്, അതുകൊണ്ട് അത് നടക്കും എന്നുള്ളതായ ആ വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഏത് ശുശ്രൂഷ ചെയ്യേണ്ടതെന്നുള്ള ഒരു ബോധ്യം കിട്ടിയെന്ന് പറയുന്നത്. പിന്നെ തുടർച്ചയായ സ്തുതിപ്പിലൂടെ സഹോദരി പറഞ്ഞാണ്, തുടർച്ചയായ സ്തുതിപ്പിലൂടെയാണ് വരദാനങ്ങൾ വളരുമെന്ന് ഇവിടുത്തെ പറഞ്ഞത്. അത് സ്തുതിക്കാനുള്ളതായ കൃപ നമ്മൾക്ക് അതുപോലെ നന്നായിട്ട് സ്തുതിക്കണം എന്നുള്ള ഒരു ബോധ്യം കിട്ടി. പിന്നെ LC എന്ന സഹോദരി, വിശ്വസിക്കുന്നവരുടെ അടയാളങ്ങളായിരിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ദൈവ സാന്നിധ്യത്തിലായിരിക്കണം എന്നുള്ള ഒരു ബോധ്യം. അപ്പൊ ദൈവ സാന്നിധ്യത്തിലാണ് ആയിരിക്കാനായിട്ട് എപ്പോഴും ദൈവ സാന്നിധ്യത്തിലായിരിക്കാം. അതായത് പാഴ്വചനങ്ങളൊന്നും പറയാതിരിക്കാനായിട്ട്, സദ്വചനങ്ങൾ എപ്പോഴും നാവ് ശുദ്ധീകരിച്ചുകൊണ്ട് സദ്വചനങ്ങൾ പറയണം. ദൈവ സാന്നിധ്യത്തിൽ എപ്പോഴും ആയിരിക്കണം, ദൈവത്തോട് കൂടി ചേർന്നിരിക്കണം എന്നുള്ളതായ ഒരു സന്ദേശം. അതായത് യോഹന്നാൻ 15:4 പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കുകയും എന്നുള്ള ആ ബോധ്യത്തിൽ ആണ് സംസാരിച്ചത്. പിന്നെ അലോഷ്യസ്, ഗലാത്യ 3:13 വചനം, അതായത് നിയമത്തിലുള്ള ശാപം, ആ ശാപത്തിൽ നിന്നെല്ലാം ശപിക്കപ്പെട്ടവനായിട്ട് ആ ഈശോ നമുക്ക് വേണ്ടി മരത്തിൽ തൂക്കപ്പെടുന്നു, കുരിശില് മരിച്ചു. അതുകൊണ്ട് നമ്മളിൽ ആ ശാപത്തെ പറ്റി നമുക്ക് അതിനെപ്പറ്റി നമ്മൾ അസ്വസ്ഥപ്പെടാതെ നമുക്ക് മുന്നോട്ട് നീങ്ങണമെന്നുള്ളതായ ഒരു ഇത്. അതായത് യേശുക്രിസ്തു നമ്മുടെ ശാപങ്ങളെല്ലാം മോചിപ്പിച്ചു കഴിഞ്ഞു, അതിനെപ്പറ്റി അസ്വസ്ഥതയുണ്ടെന്ന് പറയുന്നത്. പിന്നെ തോമസ് പോളിന്റെ ആ നയിക്കൽ പറമ്പിലച്ഛന്റെ ആ അനുസരണം, അത് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആ രോഗശാന്തി വരെ കിട്ടിയ അവിടെ ആ സിസ്റ്ററിന് കാല് സുഖമില്ലാതിരുന്ന ആ സിസ്റ്ററിന് ജന്മന ഉണ്ടായിരുന്ന ആ അസുഖം സൗഖ്യം നൽകിയത്. അപ്പോ എല്ലാവരും ആ വരങ്ങളുണ്ട്, അത് നമ്മളെ വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ഇതാണ് ചെയ്തത്. പിന്നെ ഓരോരുത്തർക്കും വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. LC എന്ന് പറയുന്ന സഹോദരിക്ക് കൗൺസിലിംഗ് വരമുണ്ടെന്ന് പറഞ്ഞു, ജ്ഞാനത്തിന്റെ വരമുണ്ടെന്ന് പറയുന്നു. പിന്നെ ആൾക്ക് അസിഡിറ്റി മാറാനായി ഉണ്ട് എന്നുള്ളത് ഒരാൾക്ക് സന്ദേശം കിട്ടി, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ പ്രഭാഷണം 39:5 എന്നുള്ള വചനമാണ് അവർക്ക് കൊടുത്തത്.
പിന്നെ റീത്ത എന്ന് പറയുന്ന സഹോദരി, അതേപോലെ ആ എച്ച് എന്ന് പറയുന്ന സഹോദരി ദർശനവരുണ്ട്. അവര് അവിടെ തന്നെ പലരുടെയും ദർശനത്തിലും അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള ഒരു കൃപയുണ്ടെന്ന് പറയുന്നു. പിന്നെ റീത്ത എന്ന് പറയുന്ന സഹോദരി രോഗശാന്തി വരണ്ടെന്ന് അവരുടെ കൂടുതൽ എളിമപ്പെട്ട് വിശ്വസ്തയോടെ പ്രാർത്ഥിക്കാനായിട്ട് ആ മോളോട് സന്ദേശമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ലൂസി ആഴത്തിലുള്ള വിശ്വാസത്തിലേക്ക് ഇറങ്ങണമെന്നുള്ളതാണ്. അതുപോലെ രോഗശാന്തി വരണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈശോ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ മുന്നേറണമെന്നാണ് പറഞ്ഞത്. ഡേവിഡ് വചന പ്രഘോഷണം വരണ്ടെന്ന് പറഞ്ഞു. പിന്നെ ലേഖനങ്ങളൊക്കെ എഴുതാനുള്ള കൃപയുണ്ട് ദൈവം കൊടുത്തിട്ടുള്ളത്. സ്തുതിപ്പിനുള്ളതായ വരങ്ങളുണ്ടെന്ന് പറയുന്നു. പിന്നെ അടുത്ത് ഗോഡ്ബീൻ എന്ന് പറയുന്ന ഇപ്പോൾ അദ്ദേഹം കൂടുതൽ തീക്ഷ്ണമായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഇപ്പൊ മന്ദതയിലാണ്. അത് മാറ്റണം. ഈശോയുടെ കൂടുതൽ കൃപയോടുകൂടി പ്രവർത്തിക്കണം. പ്രത്യേകിച്ച് കൗൺസിലിംഗില് മറ്റ് യുവജനങ്ങളെ കൂടുതൽ അടുപ്പിക്കുവാനായിട്ടുള്ള കൃപ മകനുണ്ടെന്നുള്ളതാണ്. പിന്നെ അലോഷ്യസ് തീക്ഷ്ണത കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇപ്പോഴത്തെ ആ കൗൺസിലറിൽ നിന്നും ഇപ്പോൾ കർത്താവ് പറഞ്ഞു അത് ചെയ്യണ്ടായെന്നുള്ളതിലാണ്. പക്ഷെ കൂടുതൽ അതിനു വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തീക്ഷ്ണത വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് കിട്ടിയത്. പിന്നെ എനിക്ക് മാതാവിന്റെ സാന്നിധ്യമുള്ളതായിട്ട് അത് മാതാവിന്റെ നീല കളറും അതേപോലെ റോസ് കളറും ഒരാൾക്ക് കാണിച്ചു കൊടുത്തു. റോസ അപ്പൊ അത് മാതാവിന്റെ സാന്നിധ്യമുള്ളതാണ് പറഞ്ഞത്. പിന്നെ വചനം പറയുവാനുള്ളതായ കൃപയുണ്ടെന്ന് ഇത്രയൊക്കെയാണ് ഞങ്ങൾ ശിശുക്കളായിരുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്രൂപ്പ് നമ്പർ 4 അല്ലേ? 4. ഗ്രൂപ്പ് നമ്പർ 4. ഇതൊന്ന് ക്ലിപ്പ് കുത്തണം. ഇച്ചിരി മുകളിൽ കുത്തണം. എൻ്റെ പേര് ജാൻസി ജോർജ്. ഞങ്ങൾ 7 പേർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ഹൃദയത്തിലെ തൊട്ട വചനം ഇതായിരുന്നു: ഈശോയുടെ ത്രിവിധ ദൗത്യം, രാജകീയ പുരോഹിത പ്രവാചക ദൗത്യം ജ്ഞാനസ്നാനം സ്വീകരിച്ച നമ്മിൽ ഓരോരുത്തരിലും ഉണ്ട് എന്നൊരു ബോധ്യവും ബ്രദർ നമ്മോട് പറഞ്ഞ് അതൊരു വെയിലിട്ട മറച്ച മാതിരി മറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ ശുശ്രൂഷയിലൂടെ വർക്ക്ഷോപ്പിലൂടെ ഈ നമ്മിലുള്ള ഈ അഭിഷേകം പുറത്തേക്ക് തുറക്കപ്പെടാൻ പോവുകയാണ്. അത് ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു ബോധ്യമായിരുന്നു. 1 പത്രോസ് 2:9 പറയുന്നുണ്ടല്ലോ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിതഗണവും വിശുദ്ധ ജനതയുമാണെന്ന്. ആ ഒരു അഭിഷേകം നമ്മിലുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. പിന്നെ മറ്റൊരു ബോധ്യം കിട്ടിയത് നമ്മുടെ മാനുഷികമായ ചിന്തകളുണ്ട്. അതുകൊണ്ട് ഈ ദൈവിക ചിന്ത മറക്കപ്പെട്ട് വെച്ചിരിക്കണം. അതുകൊണ്ട് നമ്മുടെ മാനുഷിക ചിന്തകളെ മാറ്റിയാൽ മാത്രമേ നമ്മളുടെ വരം തുറക്കപ്പെടുകയുള്ളൂ. ഒരുപാട് ചൂട് വേണ്ട, കുടിക്കാവുന്ന ചൂട്. ഞാൻ മറ്റു ഒരു വ്യക്തി പറഞ്ഞ ഇങ്ങനെയായിരുന്നു: നമ്മിലുള്ള സ്നേഹത്തിന്റെ കുറവുണ്ടെങ്കിൽ നമ്മിലുള്ള അഭിഷേകം കുറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തി തന്നെ പങ്കുവയ്ക്കുകയായിരുന്നു, അദ്ദേഹത്തിന് ആരോടോ ഒരു നീരസം ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ അഭിഷേകത്തിലെ വീക്കായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. അദ്ദേഹം മുട്ടുകുത്തി ഞങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ അഭിഷേകം തുറക്കപ്പെടുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. പിന്നെ മറ്റ് ഒരു ചിന്ത കടന്നു വന്നത് ജെറമിയ 29:13 നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോഴാണ് അവിടുത്തെ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ഒരു ബോധ്യം നമുക്ക് ലഭിച്ചു. പിന്നെ മറ്റൊരു ബോധ്യം ലഭിച്ചത് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, രോഗികൾ സൗഖ്യം പ്രാപിക്കുമെന്ന്. മർക്കോസിന്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിലെ 17-18 വചനങ്ങളാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പലർക്കും രോഗശാന്തി വരണമെന്ന് ഞങ്ങൾക്ക് തെളിഞ്ഞു. അവർ പലരുടെയും രോഗങ്ങൾ വെളിപ്പെടുത്തുകയും ആ രോഗം അവരുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തു. അതിലൂടെ ആ വചനം ഞങ്ങൾക്ക് മാംസം ധരിച്ച ഒരു അനുഭവം ഞങ്ങൾക്ക് സാധിച്ചു. ഇതാണ് ഞങ്ങളുടെ വചനത്തിലൂടെ ലഭിച്ച. പിന്നെ കാനാൻകാരുടെ വിശ്വാസത്തെ കുറിച്ച് ബ്രദർ ഇങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങളുടെ കാനാൻകാരുടെ വിശ്വാസം കണ്ട് ഈശോ പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നത് എന്തും നിനക്ക് ലഭിക്കുമെന്ന്. അത് ആ വിശ്വാസത്തിന്റെ ആഴത്തെ കുറിച്ചൊരു ബോധ്യം. അങ്ങനെ നമുക്കൊരു വിശ്വാസത്തിൽ ആഴപ്പെടുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തും ലഭിക്കുമെന്നുള്ളത്
വലിയൊരു ബോധ്യം നമുക്ക് ലഭിച്ചത്. പിന്നെ അതിനോട് ചേർത്ത് പറഞ്ഞ് ഗോഡ് പാരൻസിന്റെ കാഴ്ചപ്പാട് കടന്നു വന്നത് കാനാൻകാരി തൻ്റെ കൊച്ചുമകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വിശ്വാസം ഏറ്റു പറഞ്ഞപ്പോഴാണ്. അത് ഒരു പുതിയ അറിവായിരുന്നു, ഗോഡ് പാരൻസിനെ കുറിച്ചുള്ള ഒരു ചിന്ത കടന്നു വന്നത്. ഇതുവരെ എങ്ങനെ ഞങ്ങൾ കേൾക്കാത്ത ഒരു ബോധ്യം. പിന്നീട് മറ്റൊന്ന് മനസ്സിലായത്, ജെറമിയ ഒരു ബാലനാണ്, അദ്ദേഹം ബലഹീനനായിരുന്നു. പക്ഷെ ജെറമിയ ഒരു പ്രവാചകനായെങ്കിലേ ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും പ്രവാചക ദൗത്യമുണ്ട്, പ്രവാചകനാകാൻ സാധിക്കും എന്ന ഒരു ബോധ്യം ഞങ്ങൾക്ക് ലഭിച്ചു. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന 7 പേരും പരസ്പരം പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ സന്ദേശങ്ങൾ ലഭിച്ചു. ചിലർക്ക് ദർശനങ്ങളായിരുന്നു, ചിലർക്ക് രോഗശാന്തി വരങ്ങളാണെന്ന് തെളിഞ്ഞു. ഏതാനും സന്ദേശങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കട്ടെ, പേര് പറയുന്നില്ല. ഒരു സന്ദേശം ഇങ്ങനെയായിരുന്നു: നിന്റെ ദുഃഖത്തിന്റെയും പീഡനത്തിന്റെയും വസ്ത്രം മാറ്റി മനോഹരമായ ആത്മാവാകുന്ന വസ്ത്രമണിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പം അദ്ദേഹം വലിയൊരു ദുഃഖത്തിലിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ആ ഒരു സന്ദേശത്തിന്റെ ഒരു ക്ലാരിറ്റി ഞങ്ങൾക്ക് കിട്ടി. പിന്നെ മറ്റൊന്ന്, വിശ്വാസത്തിന്റെ വരം വർദ്ധിക്കണമെന്ന് അദ്ദേഹത്തോട് തന്നെ മറ്റൊരു വ്യക്തിയിലൂടെ പറയുകയുണ്ടായി. അപ്പോൾ മറ്റൊരു വചനം ലഭിച്ചു: അബ്രഹത്തിന് ഈ കല്ലുകളിൽ നിന്ന് സന്താനങ്ങളെ ഉത്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ വേറൊരാൾ ആ ഒരു വചനം എഴുതി വെച്ചിരിക്കുന്നു. മറ്റൊരാൾക്ക് ഇങ്ങനെ ഒരു സന്ദേശം കിട്ടിയപ്പോൾ ആ വചനത്തിന് ഞങ്ങൾക്കൊരു ആ സന്ദേശത്തിന് ഒരു ക്ലാരിറ്റി ലഭിച്ചു. പിന്നെ അപ്പോസ്തല പ്രവർത്തനം 16:31 ആ വ്യക്തിക്ക് വചന സന്ദേശമായിട്ട് കിട്ടിയത്. മധ്യസ്ഥ പ്രാർത്ഥന വരമുണ്ടെന്ന് ഒരു വ്യക്തിക്ക് ദർശനത്തിലൂടെ തെളിഞ്ഞു. പിന്നെ മറ്റൊരു ദർശനം കിട്ടിയത്, തിരമാലകൾ ഇങ്ങനെ ആഞ്ഞടിക്കുന്നുണ്ട്, പക്ഷെ ഒരു ശിശു തിരമാലകളുടെ മുകളിൽ പൊന്തിക്കിടക്കുന്നത് താന്നു പോകുന്നില്ല എന്ന്. അപ്പോൾ ഞങ്ങളതിന് വ്യാഖ്യാനം പറഞ്ഞത്, ജീവിതമാകുമ്പോൾ പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് നമ്മെ താങ്ങി നിർത്തുന്ന ഒരു അനുഭവം ആണ്. പിന്നെ അടുത്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് രോഗശാന്തി വരെ ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടെ രോഗശാന്തി അദ്ദേഹം വെളിപ്പെടുത്തി, അദ്ദേഹത്തിന് രോഗശാന്തി ഉണ്ടെന്ന് നമുക്ക് അങ്ങനെ മനസ്സിലായി. 2-3 വ്യക്തികളിലെ രോഗങ്ങൾ പറയുകയും ആ രോഗങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഒരു സൗഖ്യത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. പിന്നെ അവിടെ ഒരു സന്ദേശം കിട്ടിയത്, കാറ്റടിച്ചു മഴ പെയ്തു, എന്നാൽ പാറമേൽ പണിത ഒരു ഭവനമായിരുന്നുകൊണ്ട് അത് വീണുപോയില്ല എന്നൊരു സന്ദേശം. അപ്പോൾ വചനത്തിലെ അടിയുറച്ച് വളരുക എന്നൊരു സന്ദേശമാണ് ഞങ്ങൾ അവിടെ പങ്കുവച്ചത്. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആ വ്യക്തിക്കുണ്ടെന്ന് മറ്റൊരാൾക്ക് സന്ദേശം ലഭിക്കുകയുണ്ടായി. അത്ഭുതം പ്രവർത്തിക്കാൻ വരമുണ്ടെന്ന് മറ്റൊരാൾക്ക് സന്ദേശത്തിലൂടെ ലഭിച്ചു. പ്രഘോഷണ വരമുണ്ടെന്ന് പറഞ്ഞു. ക്ഷമാശീലം ഉണ്ടാകണം എന്ന ഒരു കറക്ഷൻ കൊടുത്തു. പിന്നെ മാതാവിൻ്റെ ഭക്തി ആ വ്യക്തിക്കുണ്ടെന്ന് ഒരു സന്ദേശം കൂടെ കിട്ടി. പിന്നെ അടുത്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സന്ദേശം ഇങ്ങനെയാണ് വന്നത്: ഇതാ ലോകത്തെ തലകീഴായി മറിച്ച മനുഷ്യർ ഇതാ ഇവിടെയും. അങ്ങനെ ഒരു വചനം കിട്ടി. പിന്നെ നീ എനിക്ക് വിലപ്പെട്ടവനും അമൂല്യവനും പ്രിയങ്കരനുമാണ്. അങ്ങനെ അടുത്തൊരു സന്ദേശം. പിന്നെ കാർമേഘം പോലെ നിന്റെ പാപങ്ങളെ ആഴിയുടെ അഗാധങ്ങളിലേക്ക് തൂത്തെറിഞ്ഞു. അപ്പൊ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, എനിക്ക് പാപത്തിന്റെ ഒരു മേഖലയുണ്ടെന്ന്. അത് വചനത്തിലൂടെ സ്ഥിരീകരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. പിന്നെ എസെക്കിയേൽ 36:26 എന്നൊരു സന്ദേശം വന്നു. അത് നിന്റെ ശിലാഹൃദയം എടുത്തു മാറ്റി നിനക്ക് മാംസമായ ഹൃദയം തരും, നിന്റെ ആത്മാവിനെ ഞാൻ നിവേശിപ്പിക്കും, അപ്പോൾ നിനക്ക് എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു സന്ദേശം കിട്ടി. പിന്നെ അദ്ദേഹത്തിന് ഒരു ദർശനം കിട്ടി, പക്ഷെ ആ ദർശനം വ്യക്തമായില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് കണ്ടത്. പിന്നെ അദ്ദേഹം ഇരുട്ട് പോലെ മാറിപ്പോയി. പിന്നെ രണ്ടാമത് അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചതിന് ശേഷം ആ വ്യക്തിയിലേക്ക് ഒരുപാട് ദർശനങ്ങളും കൃപകളും തുറക്കപ്പെടുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. പിന്നെ ആ വ്യക്തിയിൽ വചനപ്രഘോഷണ വരം ഉണ്ട് എന്ന് ഒരു ബോധ്യം ലഭിച്ചു. തെറ്റായ കുറച്ച് ബോധ്യങ്ങൾ ഉണ്ട് എന്നും അപ്പൊ അദ്ദേഹത്തെ സമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് അങ്ങനെ തെറ്റായ ചില ചിന്തകളൊക്കെ ഉണ്ട്. ഇന്ന് ബ്രദർ നമ്മെ പഠിപ്പിച്ചതുപോലെ മാനുഷികമായ ചില ചിന്തകളുണ്ട്, അത് ദൈവികമാക്കണം എന്നൊരു ചിന്ത. പിന്നെ അടുത്ത വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു സന്ദേശം ഇങ്ങനെയാണ് വന്നത്: മഷി കൊണ്ടല്ല ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവുണ്ട്, കൽപ്പലകളിൽ അതിന്റെ ഹൃദയപലങ്ങളിൽ വചനം എഴുതി വെക്കണമെന്ന്. അപ്പോൾ വചനം അങ്ങനെ ഹൃദയത്തിൽ സ്വാംശീകരിക്കണം എന്നുള്ളൊരു ചിന്ത വന്നു. പിന്നെ വിശുദ്ധിയെ അജയെ പരിചയാക്കൂ, ജീവിതത്തിന്റെ ഒരു വിശുദ്ധിയെ കുറിച്ച് ബോധ്യം കൊടുത്തു. മനഃപൂർവ്വം പാപം ചെയ്യരുത് എന്നൊരു സന്ദേശം കൊടുത്തു. പിന്നെ മിണ്ടാപ്രാണികൾ ഇങ്ങനെ എഴുതി കാണിച്ചപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന്. അങ്ങനെ ഒരു സന്ദേശത്തിന് അതൊരു ക്ലാരിറ്റി കിട്ടി. മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഒരു പാട്ട് കടന്നു വന്നു, കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ. അപ്പൊ
അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ കുഞ്ഞിലെ എൻ്റെ അമ്മ മരിച്ചുപോയതാണ്, അതിൻ്റെ ഒരു ദുഃഖം അവരിലുണ്ട്. അത് ആ പാട്ടിലൂടെ തന്നെ അവരുടെ ഹൃദയരഹസ്യം തുറന്നപ്പോൾ ഇന്ന് നമ്മുടെ ബ്രദർ പറഞ്ഞില്ലേ, നിങ്ങൾ ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ചറിയുന്നത്. നമ്മുടെ മനുഷ്യന്റെ രഹസ്യങ്ങളാണ് അറിയുന്നത്. ആ വചനം നമ്മളെ കൂടുതൽ ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ഈ സന്ദേശത്തിലൂടെ. അവർക്കും രോഗശാന്തി വരമുണ്ടെന്ന് മനസ്സിലായി. പിന്നെ അവർക്കൊരു സന്ദേശം ഇങ്ങനെ കൊടുത്തു, പിന്നിലുള്ളവയെ അവഗണിച്ച് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഓടാൻ. അപ്പൊ അവര് അമ്മ മരിച്ച ദുഃഖത്തിൻ്റെതായ വിഷമത്തിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പൊ കർത്താവ് അവർക്കൊരു സന്ദേശത്തിലൂടെ മുന്നോട്ട് നയിക്കുന്ന കണ്ടു. പിന്നെ ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു, സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റു കുറഞ്ഞു. പിന്നെ കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുക, അവർക്ക് ഭാഷാവരമുണ്ടെന്ന് മനസ്സിലായി. പിന്നെ അടുത്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു സന്ദേശം വന്നു, ആഴത്തിലേക്ക് നീക്കി വലയെറിയുക എന്നൊരു സന്ദേശം വന്നു. പിന്നെ അവരുടെ ശരീരത്തിലെ കൈക്ക് മരവിപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ സന്ദേശം കിട്ടിയ ആള് പറഞ്ഞത്, നിങ്ങളുടെ ബ്രെയിനിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ബ്രെയിനിന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന്. പിന്നീടാണ് അവർ പറഞ്ഞത്, എൻ്റെ കൈ ഇങ്ങനെ മരവിക്കുന്ന അവസ്ഥയുണ്ടെന്ന്. അപ്പോൾ മനസ്സിലായി, തലയിലൂടെയാണല്ലോ ഇതിൻ്റെയൊക്കെ ആരംഭം കുറിക്കുന്നതെന്ന്. അപ്പോൾ അത് രോഗശാന്തി വരം പ്രൂവ് ചെയ്യുകയായിരുന്നു. രോഗസൗഖ്യത്തിൻ്റെ ഒരു അനുഭവം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ അടുത്ത ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മക്കളില്ലായിരുന്നു അവർക്ക്. അപ്പോൾ ഒരു മക്കളില്ല എന്നുള്ളൊരു സന്ദേശം വേറെ ആൾക്ക് കിട്ടി. അങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെ ഒരുപാട് സന്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത്രയും സന്ദേശങ്ങൾ പറഞ്ഞാൽ ചുരുക്കുക. താങ്ക് യു. ഓക്കെ, നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ നിർത്താം. കാരണം ഒരുപാട് പേര് വീട്ടിൽ പോകുന്നവരുണ്ട് ഇതിൽ. അപ്പോൾ നാളെ രാവിലെ 6:30 ഇവിടെ വരെയും വേണം. മനസ്സിലായ? ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് പോവുക. വേറെ TV കാണരുത്, വേറെ ന്യൂസ് പേപ്പർ വായിക്കരുത്. ഒന്നിലും ഇടപെടാതെ ഈ കേട്ട കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കാനുണ്ട്. ധ്യാനിക്കാനും ചിന്തിക്കാനും വ്യക്തിപരമായ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനും. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുക. കുറച്ച് വെളുപ്പിനിട്ട് അറ്റ്ലീസ്റ്റ് ഫിൽമി ലവ് ജോയ് പീസ്, പരിശുദ്ധാത്മാവേ സ്നേഹം ശാന്തി ആനന്ദം, അതൊന്ന്. വിസ്ഡം നോളേജ് അണ്ടർസ്റ്റാൻഡിങ്, ജ്ഞാനം അറിവ് വിവേകം. പിന്നെ ഒന്ന് ഫെയ്ത്ത് ഹോപ്പ് ആൻഡ് ചാരിറ്റി. ഞാൻ 4 മണിക്ക് എണിക്കും. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ എൻ്റെ ആത്മാവിലൂടെ കൊളുത്തി പൊക്കണോ? എത്ര പേർക്ക് അങ്ങനെ എൻ്റെ ആത്മാവുമായിട്ട് കണക്റ്റാക്കി ഞാൻ എണിക്കണ നേരത്ത് നിങ്ങളെ എണിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് കരമുയർത്തുക. ഇത് ഭയങ്കര രസമാണ് കേട്ടോ. കൃത്യം 4 മണിക്കോ അതിന് 2 മിനിറ്റ് മുമ്പ് ഈ കൈ പൊക്കിയേക്കണവരെല്ലാവരും എണിക്കും. ഓക്കെ, ഇത് വേറൊരു വരമാണ്. ഓക്കെ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ ആത്മാവിനെ കണക്ട് ചെയ്യണേ. ഞങ്ങളെ ആളിപ്പിന് തോമസ് പോൾ എണിക്കണ നേരത്ത് തോമസ് പോളിന്റെ ആത്മാവ് ഞങ്ങളുടെ ആത്മാവിനെ കൊളുത്തി വലിച്ച് എണിപ്പിക്കണേ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, നമുക്കൊന്ന് സ്തുതിക്കാം. ഇന്നത്തെ ഈ ഗ്രൂപ്പിൽ ഇപ്പൊ ഞാൻ കേട്ട അടുത്തോളം കൊണ്ട് ഐ എം വെരി ഹാപ്പി. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുണ്ട്. നിങ്ങൾ വളരെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മളിത് പല പ്രാവശ്യം പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. നമുക്ക് വേണ്ടത് പ്രാക്ടിക്കലാണ്. നമ്മൾ ഒരുപാട് വചനം കേൾക്കുന്നുണ്ട്. ഇത് തന്നെ ഞാൻ ഒരുപാട് പറഞ്ഞു പോയി. ഇത്രയും പറയാൻ പാടില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ എന്തോ നിങ്ങളുടെ ആത്മാവിൻ്റെ ദാഹം കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് നാളെ നമ്മൾ ഒരു 3 വർക്ക്ഷോപ്പെങ്കിലും കൂടും. ഈ ഗ്രൂപ്പിനെ ഷഫിൾ ചെയ്യും, വേറെ ഗ്രൂപ്പുകളാക്കും. അതൊക്കെ ഇച്ചിരി പണിയാണ്, ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം വിജയിക്കണമെങ്കിൽ നിങ്ങൾ വെളുപ്പിനെണിറ്റ് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ജ്ഞാനം 6:14 പറയണത്, ജ്ഞാനം 6:14, പ്രഭാതത്തിൽ അവൾ വാതിൽക്കൽ തന്നെ കാത്തു നിൽപ്പുണ്ട്. അങ്ങനെ നമ്മളൊരു ഈശോമിശിഹായുടെ ശിഷ്യരാണെങ്കിൽ ഈശോമിശിഹ എനിക്ക് നേരത്തെ എണിക്കണം. മർക്കോസ് 1:35 പറയണത്, അവൻ അതിരാവിലെ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവൻ എണിറ്റ് ഒരു വിജന സ്ഥലത്ത് പോയി ബിഫോർ ഡോൺ. അതുകൊണ്ടാണ് ഈ 4 മണി വെച്ചിരിക്കുന്നത്. രാവിലെ എന്ന് പറഞ്ഞാൽ 7 മണി അല്ല. നമ്മളെ സംബന്ധിച്ച് ഒരു 4 മണിക്കെങ്കിലും പ്രാർത്ഥിക്കണ ഒരു ശീലം നമ്മളിൽ ഉണ്ടാകണം. അപ്പോൾ നമ്മളിൽ ഈ ജ്ഞാനവും സ്നേഹവും എല്ലാം താനെ ഒഴുകും. അത് നമ്മളിലൂടെ നമ്മുടെ തലമുറകളിലേക്ക് ഒഴുകും. നമ്മുടെ ആത്മാവിൽ ഈ ജ്ഞാനം നിറഞ്ഞാൽ അത് തലമുറകളിലേക്ക് ഒഴുകുന്ന സെറ്റിംഗ് ആണ് പുതിയ ഉടമ്പടി എന്ന് തന്നെ പറയണത്.
യെശയ്യാ 59:21 പറയുന്നത്, ഞാൻ നിങ്ങളിൽ നിവേശിപ്പിച്ച എൻ്റെ ആത്മാവും നിന്നിൽ ഞാൻ നിവേശിപ്പിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളെയോ അവരുടെ സന്താനങ്ങളിൽ നിന്നോ ഒരിക്കലും അകന്നു. പക്ഷെ നമ്മളിൽ നിറയണ്ടേ? നമ്മൾ TV കണ്ട് ഈ വാട്സപ്പും നോക്കി യൂട്യൂബും കണ്ട് ലോകത്തിലുള്ള മുഴുവൻ വാർത്തകൾ കേട്ടിട്ട് കുറച്ച് വചനം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കണം? നമ്മൾ ആ വചനത്തിന് ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുന്നില്ല. ആദ്യമേ എനിവേ, ഇപ്പൊ ഞാൻ ഈ ടോക്ക് വന്ന സമയം കളയുന്നില്ല. നമുക്കൊന്നുകൂടി സ്തുതിക്കാം. ഈ ഹൃദയത്തിന്റെ സന്തോഷത്തിലൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈ അടിച്ച് സ്തുതിക്കാം, കൈ അടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ അടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ സംശയങ്ങൾ ഒരു കടലാസിൽ എഴുതി എനിക്ക് തന്നാൽ മതി, ഞാനത് നാളത്തെ ക്ലാസ്സിൻ്റെ ഇടയിൽ നമുക്ക് ഇരിക്കാം. ഇനി ഭക്ഷണത്തിൻ്റെ ക്രമീകരണം എങ്ങനെയാ പോണെന്നൊക്കെ ഉള്ളത് വിൻസെൻ്റ് അറിയിക്കും. അതുപോലെ ചെയ്യുക. നമ്മൾ ഇനി ഭക്ഷണം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്നവർ പോകുക, പ്രാർത്ഥിക്കുന്നവർ ഇവിടെ ആരാധന ചാപ്പലുണ്ട്, ഇവിടെ താമസിക്കുന്നവർ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ കണ്ട ആർക്കെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ഇവിടെ വീണ്ടും കൗൺസിലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം ഇവിടെ ഇരുന്നിട്ട്, ഇല്ലേ? യു ക്യാൻ ഈ വർക്ക്ഷോപ്പുമായി ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് മിനിസ്ട്രി 10 മണി വരെ ഇവിടെ തന്നെ നമ്മൾ ഈ ചെയ്ത മാതിരി 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ മധ്യമുണ്ട്. നിങ്ങൾ ചോദിക്കുക വരദാനങ്ങൾ, അങ്ങനെ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഒന്നാമതായിട്ട് ഇവിടെ നമ്മുടെ ഭാഗത്ത് മുൻഭാഗത്ത് കാറുകൾ പാർക്ക്